ഔർമാൻകുട്ടി ഹാജി ചെയ്ത നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹം കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ബിസിനസ് നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു പ്രത്യേക ശതമാനം സാധു സംരക്ഷണത്തിനും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ആലംബഹീനരായ നിരവധി പേർക്ക് വീട് വയ്ക്കുവാനുള്ള സ്ഥലം നൽകി. എന്നാൽ ഇത് അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തൊരു കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയുടെ പരിശ്രമ ഫലമായി നിരവധി പേർക്ക് വീട് വയ്ക്കുവാനുള്ള 3 സെൻറ്റ് വീതം സ്ഥലം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ കോയമ്പത്തൂരിലെ പാവപ്പെട്ട നിരവധി പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നതിന് അദ്ദേഹം മുന്നിട്ട് നിന്ന കമ്മിറ്റി ശ്രമിക്കുകയും ജാതി മത ഭേദമന്യേ നിരവധി പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇതിന് പുറമെ ഔർമാൻകുട്ടി ഹാജിയുടെ മക്കളുടെ വിവാഹത്തിന്, ഓരോ മക്കളുടെയും വിവാഹത്തിന് 10 വീതം പാവപ്പെട്ട പെൺകുട്ടികളെ അവർക്ക് സ്വർണവും പണവും നൽകി വിവാഹം ചെയ്തു കൊടുത്തു. എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് എന്ന് നമുക്കറിയാം. ഇത് അദ്ദേഹം ചെയ്തത് പ്രശസ്തിക്കോ പേരിനോ വേണ്ടി ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദാനധർമ്മങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം എവിടെയും വിളമ്പിയിട്ടില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് ആരോടും സംസാരിക്കാറില്ല. വളരെ നിശബ്ദമായ സാമുദായിക സേവനമാണ് അദ്ദേഹം ചെയ്തു വരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ചരിത്രങ്ങളെല്ലാം തന്നെ പുതിയ തലമുറയും മറ്റുള്ളവരും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന തരത്തിലുള്ള ഒരു ചർച്ച വരികയും ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാനായി ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി മുന്നോട്ട് വരികയും ചെയ്തു. അതിൻ്റെ ഭാഗമായാണ് ഈ പുസ്തകം പ്രസിദ്ധീകൃതമാവുന്നത്. ഈ പുസ്തകത്തിന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ ഉസ്താദിൻ്റെ അവതാരികയുടെ അനുഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തിൻ്റെ മഹത്വം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ ഒരു പുസ്തകം വിരചിതമാവുവാനായി, എഴുതപ്പെടുവാനായി എളിയ എഴുത്തുകാരനായ എനിക്ക് അവസരം ലഭിച്ചതിൽ എനിക്കിപ്പോൾ സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. SBI ലൈഫ്, നമുക്കായി, നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി.